എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഭഗവാൻ അമ്പാടിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് താമസം മാറ്റിയ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അമ്പാടിയിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് എത്തിയ കൃഷ്ണൻ്റെ സ്വഭാവത്തിലുണ്ടായ വ്യത്യാസങ്ങളെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇതുവരെ, അതായത് വൈശാഖ മാസം തുടങ്ങിയ അന്നു മുതൽ ഭഗവാന്റെ തിരു അവതാരം മുതൽ നമ്മളിങ്ങോട്ട് പറഞ്ഞു പോവുകയാണ്. പ്ലേലിസ്റ്റിൽ വൈശാഖ മാസം 2026 എന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഇത്രയും കാലം പറഞ്ഞ എല്ലാ കഥകളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഏതെങ്കിലും കഥകൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാനലിലുമുണ്ട്. കേൾക്കാത്ത കഥകളൊക്കെ കേട്ട് ഭഗവാന്റെ കൂടെ സഞ്ചരിക്കണം. അങ്ങനെ ഈ വൈശാഖ മാസം നമുക്ക് ഒരു പുണ്യമാസമാക്കി മാറ്റാം. അങ്ങനെ ഭഗവാൻ ഇപ്പോൾ അമ്പാടിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അസുരന്മാരെ പേടിച്ചിട്ട് തന്നെയാണ് അവരെല്ലാവരും അമ്പാടിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് എത്തിയത്. പക്ഷേ അവിടെയും അസുരന്മാരുടെ ശല്യമുണ്ടായി. ഒരിക്കൽ കൃഷ്ണനും കൂട്ടുകാരും ഇങ്ങനെ പശുക്കളെയൊക്കെ മേച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ ആ ഒരു സമയത്ത് ഒരു അസുരൻ, കംസൻ അയച്ച ഒരു അസുരൻ, ഈ പശുക്കുട്ടികളുടെ ഇടയിലേക്ക് ഒരു പശുവിൻ്റെ രൂപം ധരിച്ചു വന്ന് മേയാൻ തുടങ്ങി. കൃഷ്ണന് മനസ്സിലായി, തൻ്റെ പശുക്കുട്ടികളുടെ ഇടയിൽ ഒരു അസുരൻ കയറിക്കൂടിയിരിക്കുന്നു. അവൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് കൃഷ്ണന് മനസ്സിലാവുകയും ചെയ്തു. ആ അസുരൻ്റെ പേരാണ് വത്സാസുരൻ. അങ്ങനെ കൃഷ്ണന് അവൻ്റെ ഉദ്ദേശം മനസ്സിലായതുകൊണ്ട് തന്നെ കൃഷ്ണൻ ഈ വിവരം ബലരാമനെ രഹസ്യമായി ധരിപ്പിക്കുകയും അതിനുശേഷം ആർക്കും സംശയം തോന്നാത്ത വിധം തൻ്റെ മുരളിയെടുത്ത് എളിയിൽ തിരുകുകയും കൃഷ്ണൻ കളിക്കുന്ന മട്ടിൽ പശുക്കളുടെ ഇടയിൽ കൂടി അവയെ തൊട്ടുരുമ്മി തലോടിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ നടന്നിട്ട് ഈ അസുരൻ്റെ അടുത്ത് എത്തിച്ചേരുന്നു. എന്നിട്ട് അവൻ്റെ പുറകിൽ ചെന്നിട്ട് വാലും 4 കാലുകളും വാരി ഒന്നിച്ചു കൂട്ടിപ്പിടിച്ച് തൂക്കിയെടുത്തു പൊക്കി വട്ടം ചുഴറ്റി അടുത്തു നിന്നിരുന്ന ഒരു വലിയ വടവൃക്ഷത്തിൻ്റെ മൂട്ടിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അങ്ങനെ ഈ അസുരൻ ചത്തുമലച്ച് അവിടെ വീഴുകയാണ്. വൈകുന്നേരം തിരിച്ച് എല്ലാവരും വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം ഈ കുട്ടികൾ അന്ന് അവിടെ നടന്ന കാര്യം എല്ലാവരെയും അറിയിക്കുന്നു. അതോടുകൂടി എല്ലാവർക്കും വീണ്ടും ഒരു ഭയം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ മായാദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് ഉണ്ണികൃഷ്ണൻ ഒരു അമാനുഷികനാണ് എന്ന ഒരു തോന്നൽ ആർക്കും ഉണ്ടായതും ഇല്ല. ഈ വത്സാസുരൻ മരിച്ച വിവരം കംസൻ അറിയുന്നു. അതോടുകൂടി കംസന് മരണഭീതി ഉണ്ടാവുകയും ഇവൻ തന്നെയാണ് തൻ്റെ ഘാതകനെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും പല വിധത്തിലുള്ള അസുരന്മാരെ അയക്കുന്നതിനായിട്ട് കംസൻ തീരുമാനിക്കുന്നു. അങ്ങനെ കംസൻ പൂതനയുടെ സഹോദരനും 100 ആനയുടെ ബലമുള്ളവനുമായ ബഗൻ എന്ന അസുരനെ വിളിച്ചിട്ട് കൃഷ്ണനെ വധിക്കുവാനായി നിയോഗിക്കുന്നു. എൻ്റെ സഹോദരി, പൂതനയെ കൊന്ന ആ കള്ളകൃഷ്ണനെയും അവൻ്റെ ജ്യേഷ്ഠനെയും കൂട്ടുകാരെയും പശുക്കളെയും കൊന്നു തിന്നാതെ എൻ്റെ വൈരാഗ്യം തീരുകയില്ല എന്നുള്ള പ്രതികാര ചിന്തയോടുകൂടി ബഗൻ എന്ന അസുരൻ ഭീമാകാരനായ ഒരു മലമ്പുള്ളിൻ്റെ രൂപത്തിൽ, അതായത് ഒരു വലിയ പക്ഷിയുടെ രൂപത്തിൽ അതിരൂക്ഷങ്ങളായ കൊക്കുകളുമൊക്കെ നീട്ടി വൃന്ദാവനത്തിൽ ഗോപന്മാർ പശുക്കളെ മേയ്ക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് കാളിന്തിയുടെ തീരത്ത് ഒരു വഴിയിൽ വന്ന് തൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നു.
പശുക്കളെയും കൊണ്ട് വെള്ളം കുടിപ്പിക്കുവാൻ നദിയിലേക്ക് വരുമ്പോൾ എല്ലാവരെയും കൊത്തി വിഴുങ്ങണം എന്നുള്ള ഉദ്ദേശമായിരുന്നു ആ ദുഷ്ടനായ അസുരൻ്റേത്. ഗ്രീഷ്മകാലത്തിലെ ഒരു ഉച്ച സമയം. എല്ലാവരും ചോറും കൂട്ടാനുമൊക്കെ എടുത്ത് ഭക്ഷിച്ചതിനു ശേഷം കൃഷ്ണനും കൂട്ടുകാരും എല്ലാവരും കൂടി കൈയും കാലുമൊക്കെ കഴുകാനും വെള്ളം കുടിക്കുവാനും വേണ്ടി കാളിന്തി നദിയിലേക്ക് വരികയാണ്. ഭീമാകാരമായ ഒരു ആകൃതിയിലുള്ള ഒരു ജന്തു വഴിയിൽ കിടക്കുന്നത് അവർ കാണുന്നു. പേടിച്ചു ഗോപാലന്മാർ. അവർ കൃഷ്ണനെ നോക്കി പറയുകയാണ്, കൃഷ്ണ അങ്ങോട്ട് നോക്കൂ, ഒരു ജന്തു അവിടെ വഴി തടഞ്ഞു കിടക്കുന്നു. എന്തു ഭയങ്കരം! ഒരു വെളുത്ത പർവ്വതമാണോ അത്? അല്ലല്ലോ, അതിന് വലിയ 2 ചിറകുകൾ കാണുന്നുണ്ടല്ലോ. പർവ്വതങ്ങളുടെ ചിറകുകൾ പണ്ട് ഇന്ദ്രൻ മുറിച്ചു കളഞ്ഞ സ്ഥിതിക്ക് അത് പർവ്വതമല്ല തീർച്ച. ഒരുപക്ഷേ നമ്മെ എല്ലാവരെയും കൊത്തി വിഴുങ്ങുവാൻ വേണ്ടി കിടക്കുന്ന ഒരു അസുര പക്ഷിയായിരിക്കും അത്. അതാ നീണ്ടു കൂർത്ത കൊക്കുകൾ. കൃഷ്ണൻ കാണുന്നില്ലേ? ഈ വഴിയെ വന്നത് അബദ്ധമായി പോയി. വെള്ളം കുടിച്ചില്ലെങ്കിലും വേണ്ടില്ല, നമുക്കങ്ങ് തിരിച്ചു പോകാം. വരൂ കൃഷ്ണ, രാമ വരൂ, നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് ഈ ഗോപാലന്മാർ കൃഷ്ണനോടും രാമനോടും പറയുന്നു. അങ്ങനെ അവർ ആവലാതിപ്പെടുന്നത് കേട്ട് ഒരു മന്ദഹാസത്തോടു കൂടി കൃഷ്ണൻ അവരെ സമാധാനപ്പെടുത്തി. നിങ്ങൾ പേടിക്കണ്ട, ജ്യേഷ്ഠൻ്റെ കൂടെ ഇവിടെ നിൽക്കൂ, ഞാനൊന്ന് നോക്കട്ടെ എന്താണ് അവൻ്റെ ഉദ്ദേശം എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ നേരെ ഈ അസുരൻ്റെ അരികത്തിലേക്ക് ചെല്ലുന്നു. കൃഷ്ണൻ ഒറ്റയ്ക്ക് വരുന്നത് കണ്ടതോടുകൂടി തൻ്റെ ആഗ്രഹം സാധിച്ചു എന്നുള്ള സന്തോഷത്തോടുകൂടി ആ അസുരൻ തൻ്റെ പർവ്വത ശരീരം ആകെ ഒന്ന് കുടഞ്ഞിട്ട് നീണ്ടു വളഞ്ഞ കൊക്കുകളും തൻ്റെ വിസ്താരമായ ചിറകുകളുമൊക്കെ വിടർത്തി ഉഗ്രഭാവത്തിൽ ചാടി എഴുന്നേറ്റിട്ട് കൃഷ്ണനെ കൊത്തി വിഴുങ്ങുകയാണ്. അവൻ യഥാർത്ഥത്തിൽ കൃഷ്ണനെ കൊത്തി വിഴുങ്ങുകയല്ല ചെയ്തത്, പകരം കൃഷ്ണൻ അവൻ്റെ വായിലേക്ക് ചാടിക്കയറുകയാണ് ചെയ്തത്. തൻ്റെ ഇരയെ വായിൽ കിട്ടിയതോടുകൂടി ആ അസുരൻ തൻ്റെ ചുണ്ട് കൂട്ടിയടച്ചു. തങ്ങളുടെ ജീവൻ്റെ ജീവനായ ഉണ്ണിക്കണ്ണനെ പക്ഷി വിഴുങ്ങിയത് കണ്ട് ഗോപാലന്മാർ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. പശുക്കിടാങ്ങൾ പുല്ലു തിന്നാതെ ഇങ്ങനെ കണ്ണുമിഴിച്ച് കരഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ കരയാതിരിക്കൂ, കൃഷ്ണന് ആപത്തൊന്നും വരില്ല. ഇങ്ങനെ രാമൻ കൂട്ടുകാരെ സമാധാനിപ്പിച്ചിട്ടും അവർക്ക് യാതൊരു സമാധാനവും കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവർ കണ്ണുനീരിൽ മുഴുകിയ മരപ്പാവകൾ പോലെ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയാണ്. ഈ സമയം കൃഷ്ണൻ ഈ അസുരൻ്റെ വയറിനുള്ളിലാണ്. അവിടെ കിടന്നുകൊണ്ട് തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരുന്ന അഗ്നിയെ കൃഷ്ണൻ പുറത്തേക്ക് വമിപ്പിക്കുന്നു. അതോടുകൂടി ഈ അസുരന് സഹിക്കാൻ പറ്റാത്ത ചൂട് അനുഭവപ്പെട്ടു. ഭസ്മമായി പോകുന്നത് പോലെയൊക്കെ തോന്നി ഈ പക്ഷിയായ അസുരന്, ബകാസുരന്. അതോടുകൂടി സഹിക്കാൻ വയ്യാത്ത പ്രാണവേദനയോടുകൂടി ഈ പക്ഷി കൃഷ്ണനെ പുറത്തേക്ക് ഛർദ്ദിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ധാരാളം രക്തവും പുറത്തേക്ക് ഒഴുകുന്നുണ്ടായിരുന്നു. യാതൊരാപത്തും കൂടാതെ കൃഷ്ണൻ പുറത്തു വന്നത് കണ്ടപ്പോൾ കുട്ടികൾക്കും അതുപോലെ തന്നെ പശുക്കൾക്കുമെല്ലാം വലിയ ആഹ്ലാദമാണ് ഉണ്ടായത്. അവരെല്ലാവരും തുള്ളിച്ചാടി. പക്ഷേ ഈ പക്ഷി കൃഷ്ണനെ കൊത്തി തിന്നുവാനായിട്ട് വീണ്ടും മുമ്പോട്ട് വരികയാണ്, കൊത്തിക്കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി. അപ്പോൾ വീണ്ടും എല്ലാവരും ഭയപ്പെട്ടു. പരിഭ്രമിക്കേണ്ട എന്ന ഒരു
അടയാളം എല്ലാവരെയും കാണിച്ചതിനു ശേഷം കൃഷ്ണൻ മുമ്പോട്ട് പാഞ്ഞു ചെന്ന് തൻ്റെ കൊച്ചു കൈകൾ കൊണ്ട് ആ പക്ഷിയുടെ കൊക്കുകളിൽ കയറി പിടിക്കുകയും ആ കൊക്കുകൾ രണ്ടും പിടിച്ച് അകറ്റി വലിച്ചു കീറി 2 പാളികളായി ദൂരത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അതോടുകൂടി ആ പക്ഷി, അങ്ങനെ പക്ഷി എന്ന അസുരൻ, ബകാസുരൻ മരിച്ചുപോയി, ചത്തുപോയി. അങ്ങനെ എല്ലാവരും സന്തോഷിച്ചു. കൃഷ്ണനെ ചിലരൊക്കെ നമസ്കരിച്ചു, ചിലരൊക്കെ കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. അങ്ങനെ പല വിധത്തിലുള്ള ആഹ്ലാദ നന്ദി പ്രകടനങ്ങളൊക്കെ അവരെ കാഴ്ചവെച്ചു. നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും ഈ പക്ഷി കുത്തി തിന്നേനെ എന്നൊക്കെ പറഞ്ഞു. ചിലര് കൃഷ്ണൻ്റെ കൈകൾ പിടിച്ച് ചുംബിച്ചു, ചിലര് കൃഷ്ണൻ്റെ വിയർപ്പ് കണങ്ങൾ തുടച്ചു. ആ ദുഷ്ടൻ്റെ വായിൽ കയറിയപ്പോൾ നിനക്ക് വേദനിച്ചോ എന്ന് ചിലര് അന്വേഷിച്ചു. അവൻ്റെ കൊക്കു പിടിച്ച് വലിച്ചു കീറിയപ്പോൾ നിന്റെ കൈ മുറിഞ്ഞോ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ വന്ന് കൈയൊക്കെ പരിശോധിച്ചു നോക്കി. അങ്ങനെ ഗോപകുമാരന്മാർ കൃഷ്ണൻ്റെ ചുറ്റും കൂടി നിന്നുകൊണ്ട് പലതും ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ബലരാമൻ അനുജൻ്റെ അടുക്കലേക്ക് വന്ന് അനുജനെ ആലിംഗനം ചെയ്തു. വൈകുന്നേരമായപ്പോൾ പതിവ് പോലെ എല്ലാവരും അവരവരുടെ പശുക്കിടാങ്ങളെയും കൂട്ടി സ്വഗൃഹങ്ങളിലേക്ക് തിരിച്ചുപോയി. എല്ലാവരും വൃന്ദാവനത്തിലെത്തി അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഗോകുലത്തിലെ വാസികളെ അറിയിക്കുന്നു. അങ്ങനെ എല്ലാവരും ഒരു നിമിഷം അത്ഭുതപ്പെടുകയും ആശ്വസിക്കുകയും ചെയ്തു. പിന്നീട് വീണ്ടും അസുരന്മാരുടെ ആക്രമണം ഉണ്ടായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു അസുരൻ അവിടേക്ക് എത്തിച്ചേരുകയാണ്. ആ അസുരൻ്റെ പേരാണ് അഘാസുരൻ. ആ അസുരൻ കംസന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് എത്തിച്ചേർന്നത്. ഒരു പെരുമ്പാമ്പിൻ്റെ ആകൃതിയിലാണ് ആ അസുരൻ എത്തിച്ചേർന്നത്. ആ അസുരനെയും കൃഷ്ണൻ വധിക്കുന്നു. അങ്ങനെ ചെറുതും വലുതുമായ ധാരാളം അസുരന്മാരുടെ ആക്രമണങ്ങൾ വീണ്ടും വീണ്ടും കൃഷ്ണൻ്റെ നേർക്ക് ഉണ്ടാകുന്നു. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ എല്ലാ അസുരന്മാരെയും വധിച്ച് എല്ലാവരെയും സന്തോഷിപ്പിച്ച് പശുക്കിടാങ്ങളെ മേച്ച് അങ്ങനെ സന്തോഷത്തോടു കൂടി വൃന്ദാവനത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. ഗോപികമാരുടെ മനസ്സ് കവർന്നു. ഗോപകുമാരന്മാരുടെ പ്രിയപ്പെട്ട ചങ്ങാതിയും രക്ഷകരുമായും അവരുടെ നേതാവായും ബലരാമൻ്റെ പ്രിയപ്പെട്ട അനുജനായും നന്ദഗോപരുടെയും യശോദയുടെയും പ്രിയപുത്രനായും അങ്ങനെ വൃന്ദാവനത്തിൽ കൃഷ്ണൻ സന്തോഷത്തോടുകൂടി എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് അങ്ങനെ വളരുന്നതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു ആപത്ത് സംഭവിക്കുന്നു. അത് നമുക്ക് നാളത്തെ ദിവസം പറയാം. കാളിയമർദ്ദനം. നാളെ കാളിയമർദ്ദനമാണ് പറയാൻ പോകുന്നത്. എല്ലാവരും ആ കഥാഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക, ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുക. ഇങ്ങനെ എല്ലാ അസുരന്മാരും മരിക്കുന്നു എന്നുള്ള വിവരം കംസൻ അറിയുന്നുണ്ട്. അതോടുകൂടി കംസന് ഓരോ ദിവസവും ഭയം വർദ്ധിച്ചു വരുന്നു. അങ്ങനെ എല്ലാവരുടെയും മനം കവർന്ന്, എന്നാൽ ശത്രുക്കളുടെ ഉള്ളിൽ ഭയം നിറച്ചുകൊണ്ട് വൃന്ദാവനത്തിൽ കൃഷ്ണൻ വളരുന്നതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു ആപത്ത്. ആ ആപത്താണ് കാളിയൻ. നാളെ നമുക്ക് കാളിയമർദ്ദനം കഥാരൂപത്തിൽ പറയാം. എല്ലാവരും കാളിയമർദ്ദനത്തിനായി കാത്തിരിക്കണം. ഭഗവാൻ പല വിധത്തിലുള്ള ലീലകൾ ആടിയിട്ടുണ്ട് എങ്കിലും കാളിയമർദ്ദനം ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ലീലയാണ്. എല്ലാവരും മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് നാളെ കാളിയമർദ്ദനം കേൾക്കണം. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ.
നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.